രണ്ടാമത് സ്ത്രീകളോട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബയ്യത്ത് എന്ന് വേറൊരു കാര്യം മനസ്സിലാക്കണം. ഈ ബയ്യത്ത് എന്നൊക്കെ പറയുമ്പോൾ കൈക്കൊക്കെ പിടിച്ചുള്ള ബയ്യത്താണ്. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ കേൾക്കുന്നത്. ഇപ്പം നമ്മളിപ്പം പോയാലും നമ്മൾ ഉസ്താദിന്റെ അടുക്ക ഒന്ന് ഓതാൻ പെണ്ണുങ്ങൾ വന്നിട്ട് ഉസ്താദ് തലയ്ക്ക് പിടിച്ചു എന്നാ പറയാ. എന്റെ പേരങ്ങനെയാണ്. അപ്പൊ നമ്മളാണെങ്കിൽ ഒന്ന് തലയ്ക്ക് പിടിക്കാൻ ഒരു സാഹചര്യം നോക്കിയിരിക്കുക, ആരെങ്കിലും ഒന്ന് ഓതാൻ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് ഇരുന്ന് നമ്മൾ ഓതി കൊടുക്കാൻ, അത് അതിന്റെ ശരീരത്തിന്റെ വശം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മളങ്ങനെ തലയ്ക്ക് പിടിച്ച് ഓതി കൊടുക്കാൻ പാടില്ല. പെണ്ണുങ്ങൾക്ക് തലയ്ക്ക് പിടിച്ച് ഓതാൻ പാടില്ല, അവളെ തൊടാൻ പോലും പാടില്ല, അവളെ കാണാൻ പോലും പാടില്ല. എന്തെങ്കിലും വെള്ളമൊക്കെ ഓതി കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ദുആ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ എഴുതി കൊടുക്കുക, അതൊക്കെ വിഷയമല്ല. പക്ഷെ നമ്മൾ അടുത്തിരുത്തിയിട്ട് ഇങ്ങോട്ട് നീങ്ങി തത്ത കുറച്ചുകൂടെ നീങ്ങി കയ്യെത്തുന്നില്ല, യാ അല്ലാഹ് മനസ്സിലാ അടുത്തിരുത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് മനസ്സിലാറ് അങ്ങനെ അടുത്തിരുത്തി അങ്ങനെ നമ്മൾ ഓതി കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്കൊരു സുഖം നമുക്കൊരു സുഖം. അല്ല പണ്ടെല്ലാം പാണ്ടിക്കാരൻ പറഞ്ഞാൽ ഇതിലെന്നെ തവറ് ഇതിലെന്നെ തെറ്റിരിക്കുന്ന പറഞ്ഞ പോലെ എന്താ കുഴപ്പം പറഞ്ഞാൽ അങ്ങനെ നമ്മള് പെണ്ണുങ്ങളെ തലക്ക് പിടിച്ച് എല്ലാ പെണ്ണുങ്ങളും പറയുന്നൊരു വാക്കാ ഒന്ന് തലക്ക് പിടിച്ചു എത്താ ഉസ്താദ് എന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ എന്തെങ്കിലും വെച്ച് ഓതി കൊടുക്കാൻ, ഓതാനുള്ളത് പറഞ്ഞു കൊടുക്കാം. ഇത് തത്ത നിങ്ങൾ ഇത് ഓതിക്കോളി, നിങ്ങൾ ഇത്തിരി സംസം വെള്ളമെടുത്ത് കുടിച്ചോളി, നിങ്ങൾ ഇത്തിരി വെള്ളത്തിൽ ഇച്ചിരി ഇന്ന സൂറത്ത് ഓതി അസ്മാഉൽ ഹുസ്നൊക്കെ ഓതി അത് കുടിച്ചോളി, കുറച്ച് ദിക്റുകളും ആയത്തുകളൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യാം. തെളിവല്ലേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് സഹോദരിമാര് കടന്നു വരുമ്പോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ബൈഅത്ത് ചെയ്തിട്ട് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അത് ബൈഅതുകി, നിന്നോട് ഞാൻ ബൈഅത്ത് ചെയ്തിരിക്കുകയാണ്. പെണ്ണുങ്ങളെ അപ്പുറത്ത് നിർത്തിയിട്ട് വിധങ്ങളെല്ലാം പറഞ്ഞെടുത്ത് പറയും ഞാൻ ബയ്യത്ത് ചെയ്തു. അപ്പൊ പെണ്ണുങ്ങൾ ചോദിക്കും, അലാ തുസാഫിഹുനാ യാ റസൂലല്ലാഹ്, നബിയെ ബയ്യത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൈക്ക് പിടിച്ചില്ലല്ലോ ഹബീബേ, കൈക്ക് പിടിക്കാതെ എങ്ങനെയാണ് ബയ്യത്ത് ശരിയാവുക ഹബീബേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഓർക്കണേ, അലാ ഇന്നി ലാ ഉസാഫിഹുൻ നിസാ, ഒരു കാരണവശാലും ഞാൻ സ്ത്രീകളുടെ കൈക്ക് പിടിക്കുകയില്ല. ഇന്നമാ ഖുൽതു ലിംറാത്തിൻ വാഹിദ കഖൗലി ലിമിയതി ഇംറാ, ഞാൻ ഒരു പെണ്ണിനോട് പറയുന്ന വാക്ക് ബൈഅതുകി, നിനക്ക് ഞാൻ ബൈഅത്ത് ചെയ്തിരിക്കുകയാണ്, നിന്നോട് ഞാൻ ബൈഅത്ത് ചെയ്തിരിക്കുകയാ എന്ന് ഞാൻ ഒരു പെണ്ണിനോട് പറയുന്ന വാക്ക് 100 പെണ്ണുങ്ങൾക്ക് പറയുന്നതിന്റെ സ്ഥാനത്താണ്. ഒരൊറ്റ പെണ്ണിനോട് പറയുന്നത് ഞാൻ നിന്നെ ബയ്യത്ത് ചെയ്തു എന്ന് പറഞ്ഞ ഒരു വാക്ക് 100 പെണ്ണിനോട് ഞാൻ പറയുന്ന വാക്കാണ് ഒറ്റ ഒരു പെണ്ണിനോട് പറയുന്നത്. അത്ര എഫക്റ്റ് ആണ്. അതുകൊണ്ട് എന്റെ കൈക്കൊന്നും പിടിക്കേണ്ട കാര്യമില്ല. വല്ലാഹി ആയിഷ ബീവി പറയുകയാ, വലാ മസ്സത് യദുഹു യദംറാത്തിൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ഒരൊറ്റ പെണ്ണിന്റെ കൈയുമായി സ്പർശിച്ചിട്ടേ ഇല്ല. മാ സാഫഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബി അജ്നബിയ, അല്ലാഹുവിന്റെ റസൂൽ അജ്നബിയായ ഒരു പെണ്ണിനും ഷെയ്ഖാൻഡ് കൊടുത്തിട്ടില്ല. നമ്മൾ ഷെയ്ഖാൻ കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലേ? ഒരു പെണ്ണിനെ കൈക്ക് പിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് നമ്മൾ. സംഭവം സ്വന്തം ഭാര്യയെയും ഭർത്താവിന്റെയും കൈക്ക് പിടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഭർത്താവിന്റെയും ഭാര്യയുടെയും കൈക്ക് പിടിച്ച് ഇങ്ങനെ കൈകൾ വിരലുകൾ തമ്മിൽ കോർത്തിണക്കിയാൽ അവരുടെ വിരലുകൾക്കിടയിലൂടെ അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. പണ്ട് പിടിച്ചപ്പോ നല്ല പുഷ്പം പോലെ പഞ്ഞു പോലെ ഇരുന്ന ഉസ്താദ് ഇപ്പം പരുക്കനാ, പിടിച്ചിട്ട് വലിയ റാഹത്ത് കിട്ടുന്നില്ല, അതുകൊണ്ട് പിടിയില്ല. ഇപ്പൊ പണ്ട് പിടിക്കാറുണ്ട് പെണ്ണുങ്ങളുടെ കൈ. ഹോസ്പിറ്റലിലോ കോളേജിലോ വെളിയിലൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങളുടെ കൈ കൂടെ പിടിച്ചുകൊണ്ട് നമ്മളൊന്ന് പോകണം, അതൊരു റാഹത്ത്. പെണ്ണുങ്ങൾക്ക് അത് വലിയ സന്തോഷമാണ്. നമ്മൾ പറയും നീ അപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരാം. എന്താ എന്റെ പെണ്ണുമ്പിള്ളെന്ന് ആരും പറയണ്ട. കാരണം എന്താ, എല്ലാം ഗ്രീസ് കുടിച്ചതുപോലെ ആയി ഇതിന്റെ ശരീരം മൊത്തം. പറഞ്ഞിട്ടില്ല കാര്യം. കാണാൻ കൊള്ളാതെ വരുമ്പോഴേ എന്നാ കാണാൻ കൊള്ളാൻ നല്ല സാധനമൊക്കെ ആണെങ്കിൽ എന്നാ കൂടെ ഇരുന്നോ, നീ വേറെങ്ങും പോലെ, എന്നെ വിട്ടിട്ടെങ്ങും പോലെ, എന്റെ വണ്ടിയുടെ പിറകിൽ തന്നെ ഇരുന്നോളാൻ പറയും. സാധനം തൊട്ടടുത്ത് തന്നെ 10 പേര് കണ്ടോട്ടെ, കണ്ട് രസിച്ചോട്ടെ കാണാൻ വേണ്ടിട്ട്. അങ്ങനെയല്ലേ? അങ്ങനെ കാണാൻ കൊള്ളാതെ ഇച്ചിരി കാണാൻ കൊള്ളാതെ അവൾ അതിലെ കൂടെ വന്നോട്ടെ, നമ്മൾ ഇതിലെ കൂടെ, അവള് തെക്കുന്നു നമ്മൾ വടക്കുന്നു. അതാണ് സംഭവം. അതൊരിക്കലും അല്ല വേണ്ടത്. രണ്ടുപേരും കൈക്ക് പിടിക്കണം. അള്ളാഹ് നമ്മളെ കൈക്ക് പിടിച്ചല്ലേ ഒപ്പിച്ചിരുന്നത് ഉസ്താദന്മാരെ. നമ്മുടെ അവിടെ മലപ്പുറത്തൊക്കെ കൂട്ടിക്കൊടുക്കാന്ന് പറയാം. കറക്റ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കൂട്ടിക്കൊടുക്കാൻ പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മളവിടെ കൂട്ടിക്കൊടുപ്പാ. അപ്പൊ ആദ്യം നിക്കാഹ് നടക്കുക, രണ്ടാമത് പെണ്ണിനെ അവരുടെ കൈക്ക് പിടിച്ചു കൊടുത്ത് രണ്ടാമത്തെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ നമ്മളെ വിളിക്കും, ഉസ്താദയുടെ പരിപാടിക്ക് ഉണ്ട്, എന്താ ഞാൻ മോളെ നാളെ കൂട്ടിക്കൊടുപ്പാ ഉസ്താദ് വരെങ്കിൽ. ഉസ്താദിനെ കൊണ്ട് കൂട്ടി നമ്മള് ബ്രോക്കർ
നമ്മുടെ പരിപാടി അതാണ് അങ്ങനെ അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൈക്ക് രണ്ടുപേരും കൈ ഇങ്ങനെ ചേർത്തങ്ങോട്ട് പിടിച്ചിട്ട് ബന്ധിക്കിതാക്കിതാക്കുക എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് അതിന്റെ അർത്ഥം എന്താ? ഈ കൈ നിങ്ങളുടെ ഭാര്യയുടെ കൈയുമായിട്ട് കൂട്ടി ഇണക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും തന്റെ ഭാര്യയോടൊപ്പം ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സകലമാന പാവങ്ങളും പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയുടെ കൂട്ടത്തിലും മക്കളുടെ കൂട്ടത്തിലും ഭക്ഷണം കഴിക്കണം. തന്റെ മക്കളെ ആരെങ്കിലും സ്നേഹിച്ചുകൊണ്ട് ഒരേ സുഫ്രയിൽ തന്റെ മക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവന്റെ മുഴുവൻ പാവങ്ങളും മാപ്പ് ചെയ്യുക മാത്രമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ അവന്റെ വലത് കയ്യിൽ ഗ്രന്ഥം നൽകുമത്രേ. ഭാര്യയുടെയും മക്കളുടെയും കൂട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മക്കൾ അതാണ് മക്കൾ എന്ന് പറയുന്നത് നരകത്തിന്റെ മറയാണ്, നരകത്തിന്റെ മറയാണ്. അതുകൊണ്ട് ആ മക്കളെയും കൂട്ടിയിരുത്തി വേണം ഭക്ഷണം കഴിക്കാൻ. ഭാര്യയും മക്കളെയും കൂട്ടിയിരുത്തി തിന്മശീലം ഭക്ഷണം കഴിക്കുന്നവർക്ക് അവരുടെ മുഴുവൻ പാവങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബുന ഷഫീന റസൂലുള്ളാഹി. എത്ര നാളായി നമ്മളങ്ങനെ കഴിച്ചിട്ട്? മക്കളുടെ കൂടെ വേണമെങ്കിൽ ഇരുന്ന് കഴിക്കും. ഓളെ അവിടെ കൂട്ടാൻ പറ്റത്തില്ല, അവളവിടെ പോയി അടുക്കളയിൽ പോയിരുന്ന് കഴിച്ചു. അവൾ അടുക്കളയിൽ പോയിരുന്ന് കഴിക്കും, നമ്മൾ വേണമെങ്കിൽ മക്കളെ വേണമെങ്കിൽ. അത് ചിലപ്പോ വാപ്പ രാത്രിയാവും വരാം, പിന്നെ വാപ്പാടെ കൂടെ മക്കളിരുന്ന് അപ്പൊ കഴിക്കാനാണ്. എന്തെളുപ്പം പാവങ്ങൾ പുറക്കും. വലത് കയ്യിൽ കിതാബ് കിട്ടും, വലത് കയ്യിൽ കിതാബ് കിട്ടും. മക്കളുമായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന ചാൻസ് എന്തിനപ്പ കളയുന്നത്? നരകത്തിൽ നിന്ന് മോചനം കിട്ടും, നിഫാഖിൽ നിന്ന് മോചനം കിട്ടും, തന്റെ മക്കളും ഭാര്യയുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ. വലിയ ഭാഗ്യ. എന്തെങ്കിലും പോയിരുന്ന് കഴിക്കേ, അല്ല കഴിച്ചിട്ടാ വന്ന ഇനി എന്തോ കഴിക്കാനാ അവസ്ഥ. അപ്പൊ ഒന്നാമത് കാര്യം അത് ശ്രദ്ധിക്കണം കേട്ടോ. അൽഹംദുലില്ലാഹ്. അപ്പൊ അങ്ങനെയാണ് മുസാഫഹത്ത് ചെയ്യുന്ന പറഞ്ഞാൽ അന്യ പെണ്ണിന്റെ കൈക്ക് പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്തുള്ള ബയ്യത്ത് ഇല്ല. ആ ഒരു പരിപാടിയെ വേണ്ട, നമ്മൾ അങ്ങനെ തൊടാനും പറ്റില്ല. അതുകൊണ്ടല്ലേ നമ്മൾ മന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നും ആവാത്തത്. ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൈക്ക് പിടിക്കേണ്ടി വരും പെണ്ണുങ്ങൾ. എല്ലാരും വന്ന് ആദ്യം കൈക്ക് പിടിക്കുന്ന മന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ കൈക്കല്ലേ നമ്മള് അത് ഹറാമാണ്, നമ്മൾ ശ്രദ്ധിക്കണം. പ്രൈം മിനിസ്റ്ററിന് പറയാൻ പറ്റില്ല ഹറാമാണ്, ഹറാമെന്ന് പറയാൻ പറ്റും. ഉസ്താദന്മാരെ മുസാഫത്ത് ചെയ്യാൻ പെണ്ണുങ്ങൾ റെഡിയായി നിൽക്കുകയാണ് ഇപ്പൊ. അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടാണ്, അല്ല വികാരം കൊണ്ടല്ല. ഈ ഇൽമു പറയുന്നതിന്റെ പേരിൽ ഒരു ആഗ്രഹം കൊണ്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തായിരിക്കും സഹാബത്ത് വേണ്ടത്? അതുകൊണ്ടല്ലേ അലാ തുസാഫിഹുന, ഞങ്ങളെ ഒന്നും മുസാഫഹത്ത് ചെയ്യുന്നില്ലേ നബി? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, ആ പണിയൊന്നും നമുക്കില്ല, ഈ പറച്ചില് മാത്രമേ ഉള്ളൂ, അല്ലാതെ തൊടലും പിടിക്കലും ആ പരിപാടി ഒന്നും ഇവിടെ പോയില്ല. യാ അല്ലാഹു അസ്സലാം കേട്ടോ, ഖദ് ബൈഅതുകി, എന്റെ വാക്ക് തന്നെ നിങ്ങൾക്ക് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമതായി അവരോടുള്ള ഉപദേശം, സഹോദരിമാരെ, വലാ യസ്രിഖ്ന, മോഷ്ടിക്കരുത്, മോഷണം നടത്തരുത്, അതിന് കൂട്ടുനിൽക്കരുത്, വഞ്ചിക്കരുത്, ചതിക്കരുത്, ചതിയന്മാർക്ക് കൂട്ടുനിൽക്കരുത്, അതിനുള്ള ഒരു വഴികളും നിങ്ങൾ തുറന്നു കൊടുക്കരുത്. മോഷണം അതിന് അള്ളാഹു പറഞ്ഞു കൊടുക്കണം നബിതങ്ങളോട്. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഈ പണി ഉണ്ടെന്നല്ലേ എന്റെ അർത്ഥം മനസ്സിലാവുക? മോഷണം ഉണ്ടെന്നല്ലേ? ആരുടെ അടുത്തൊക്കെ മോഷ്ടിക്കുക? ഭർത്താവിന്റെ അടുത്ത് മോഷ്ടിക്കാൻ പാടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുമ്പോ ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? വലാ തഅ്ദൻ ഫീ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി. സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരാളെ പോലും നിങ്ങളുടെ വീട്ടിൽ പ്രവേശിപ്പിക്കരുത്. ഒരാളെ പോലും ഭർത്താവിന്റെ അനുവാദമില്ല വീട്ടിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് ബയ്യത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വാക്കുകൂടെ ഈ ആറ് ആയത്തിന്റെ ഈ 6 കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു, വലാ തഗ്ശുസ്ന അസ്വാജകുന്ന, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ വഞ്ചിക്കരുതേ. സൽമാൻ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, ഏതൊരു സഹോദരിയോടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞത്, ആ സഹോദരിയെ വിളിച്ചിട്ട് സൽമാ പറയുകയാണ്, ഇർജിഇ ഇലാ റസൂലില്ലാഹ് ഫസലി മാ ഗിശു അസ്വാജിനാ, മടങ്ങി പോവണേ, അല്ലാഹുവിന്റെ റസൂലിനോട് നീ പോയിട്ട് ചോദിക്ക്,
എന്താണ് ഭർത്താക്കന്മാരോടുള്ള വഞ്ചന, ഭർത്താവിനെ വഞ്ചിക്കൽ എന്താണെന്ന് ചോദിക്കൂ പെണ്ണെ എന്ന് മഹദി അവറുകളെ പറഞ്ഞു വിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഫസഅലതുഹു ഹബീബ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, മാ ഗിശു അസ്വാജിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ വഞ്ചിക്കരുതെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ, ഏതാണ് ആ വഞ്ചന എന്ന് പറയുമോ ഹബീബേ? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, തഖുദു മാലഹു ഫതഹബ്ബാ ബിഹി ഗൈറഹു, നിന്റെ ഭർത്താവിന്റെ പണം നീ എടുക്കലാണ്, നിന്റെ ഭർത്താവ് നിനക്ക് ചെലവിന് അയച്ചു തന്ന പൈസയിൽ നിന്ന് ഒരു വീതം നീ ഒളിച്ചു മാറ്റലാണ്, അടിച്ചു മാറ്റലാ. ഫതഹബ്ബാ ബിഹി ഗൈറഹു, നിന്റെ കാമുകന് റീചാർജ് ചെയ്തു കൊടുക്കലാ, നിന്റെ കാമുകന് നെറ്റ് കയറ്റി കൊടുക്കലാണ്, നീ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവന് വേണ്ടി ചെലവ് ചെയ്യലാ, അതാണ് നിന്റെ ഭർത്താവിനെ വഞ്ചിക്കുക എന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉസ്താദെ ഈ കാമുകന്മാർക്ക് നെറ്റ് കയറ്റി കൊടുക്കണമെന്ന്, കാമുകന്മാർക്ക് റീചാർജ് ചെയ്ത് കൊടുക്കണമെന്ന്? അവൻ നിന്റെ ഭർത്താവ് അല്ലാത്തതിനോട് ചെലവ് ചെയ്യുക, അവരെ കൊണ്ട് ചെലവ് ചെയ്യാന്ന് പറഞ്ഞ പിന്നെന്താ, പിന്നെ വേറെന്താ ചെലവ്? ചില കാമുകന്മാർക്ക് എത്ര പേര് പൈസ കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ട് വിളിക്കും, ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി വണ്ടിക്കൂലി പൈസ ഇല്ല എൻ്റെ കയ്യിൽ, ഞാൻ പൈസ തരാടാ, നീ വാ, നീ ആഴത്തിൽ കടം വാങ്ങിച്ചോണ്ട് വാ, നീ വാ, നിനക്ക് ഞാൻ തരാം, പൈസ തരാം, വാ ഇങ്ങോട്ട് വാ. ഇവക്ക് എവിടുന്ന പൈസ കിട്ടിയത്? ഇവക്ക് എവിടുന്ന പൈസ കിട്ടിയത്? ഒരു ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസ, ഈ പൈസ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവ് ചെയ്തോ, അത് മോഷണമാണ് പെങ്ങളെ, അത് മോഷണമാണ് പെങ്ങളെ. സ്വന്തം ഭർത്താവിന്റെ പണം അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ എടുക്കരുതേ. ഇപ്പൊ നമ്മളിപ്പോ ഒരു പിരിവിന് ചോദിച്ചാലും കമ്മലും വളയും മാലയും ജിമിക്ക് അരിഞ്ഞാണം പാദസരമൊക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ ഇക്കാടെന്ന് വിളിച്ചു ചോദിക്കണം, ഞാൻ അയച്ചു കൊടുക്കട്ടെ എന്ന്. മുസ്ലിയാക്കന്മാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ രണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നീ എല്ലാം കൂടെ ഹാവറ തിളകിട്ട് നീ പൊട്ടിച്ചു തരും, വീട്ടിൽ പോകുമ്പോൾ പൊട്ടിയൊരു വേറെയും കിട്ടും. അതാണ് സംഭവം. ചോദിക്കണം, അനുവാദം വേണ്ടേ? അടിക്കടവില്ല. ചിലപ്പോ ചില ഭർത്താക്കന്മാർക്ക് പ്രശ്നമില്ല, എന്റെ അവള് ചെയ്യുന്നതെല്ലാം എനിക്ക് തൃപ്തിയാണ്, അൽഹംദുലില്ലാഹ്, പ്രശ്നമില്ല, അതുകൊണ്ട് അവന് സന്തോഷമാണ്, അവന് ധൈര്യമായിട്ട് കൊടുക്കാം, അവന് പ്രശ്നമില്ല. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുണ്ട്, അത് ഭയങ്കര പൊരുത്തമാണ്, അവനവന്റെ ഭയങ്കര തൃപ്തിയാണ്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഞാനിപ്പോ ഒരു പരിപാടിക്ക് വേണ്ടി ഞാൻ കൊടുത്തു, ഇത്ര രൂപ കൊടുത്തു, ഞാൻ അൽഹംദുലില്ലാഹ് ഖൈറ, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടില്ല, വിഷയമില്ല. അതല്ലാതെ കണ്ടു കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കൽ വഞ്ചനയാണ്, സ്ത്രീകൾ കാണിക്കുന്നത് മോശനമാണ്, അത് മോശനമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. ഒരാൾ മോഷ്ടിക്കുകയാണെങ്കിൽ മോഷ്ടിച്ച അവസ്ഥയിൽ അവൻ മരണപ്പെട്ടാൽ അവൻ ഈമാനില്ലാതെ മരിച്ചവനായി പോകും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ഒരാൾ മോഷ്ടിക്കുമ്പോ ഈമാനോടുകൂടി മോഷ്ടിക്കുകയില്ല, സത്യവിശ്വാസിയായ ഒരു വ്യക്തി മോഷ്ടിക്കുകയില്ല. ലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ, മുഅ്മിനായി വിശ്വാസിയായിട്ട് ആരും മോഷ്ടിക്കില്ല. മോഷണം നടത്തുമ്പോൾ ആ മോഷണത്തിന്റെ പേരിൽ അവന്റെ ഈമാൻ അള്ളാഹ് മോഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സമയം, അടിച്ചു മാറ്റുന്ന സമയത്ത് അവന്റെ ഈമാൻ അള്ളാഹു മെല്ലെ പറിച്ചം കളയും. ഈമാനോടുകൂടി ആരും മോഷ്ടിക്കാൻ പറ്റൂല. മോഷണം കഴിഞ്ഞതിന് ശേഷം അള്ളാഹ് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ രീതി. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, الذي والذي يسرق البيض فتقطع يده والذي يسرق الحبل فتقطع يده أو كما قال رسول الله. ഒരു മുട്ട മോഷ്ടിച്ചാൽ അവന്റെ കൈ മുറിച്ചു മാറ്റണം. പ്ലാസ്റ്റിക് വരുടെ 5 രൂപയുടെ പാണ്ടിമുട്ട അത് മോഷ്ടിച്ചാൽ ഫതുഖ്തഅ യദുഹു, അവന്റെ കൈ മുറിച്ചു മാറ്റണം. വല്ലദി യസ്രിഖുൽ ഹബ്ല, ചെറിയ അവിടെ കിടക്കുന്ന നൂലോ കയറോ ഏതെങ്കിലും ആരെങ്കിലും മോഷ്ടിച്ചാൽ, ചുമ്മാ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആടിനും മാടിനൊക്കെ തീറ്റാൻ കൊണ്ടുപോകുമ്പോൾ ആരുടെങ്കിലുമൊക്കെ ഒരു കയറായിരിക്കും അവിടെ കെട്ടിയിരിക്കും കുറ്റിയിൽ പകുതിയിൽ, അത് പറിച്ചെടുത്തിട്ട് തന്റെ ആടിന്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുക. ഇതിന്റും മോഷണമാണ്. ഇതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ വരണം. പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, പോച്ച പറിക്കാനോ പുല്ല് പറിക്കാനൊക്കെ പോകുമ്പോൾ തേങ്ങ കിടന്നാലോ ഒരു തേങ്ങയ്ക്ക് 17 രൂപ അല്ലേ, മെല്ലെ അതും കൂടെ പറിച്ച് കൊട്ടയ്ക്കകത്തോട്ട് കെട്ടി വയ്ക്കും. ഹസനാര് കാക്കയുടെ തേങ്ങായ അതെടുത്ത് പൊക്കിനകത്ത് വെക്കുക. ആമിനാത്താത്ത ഇത് വല്ല അറിയുന്നുണ്ടോ? നാളെ ആഖിറത്തിൽ പോകുമ്പോൾ യസനാര് കാക്കയുടെ തേങ്ങായിട്ട് അവിടെ വരണം. അതാണ് തർത്തീബ്, അങ്ങനെയാണ്. അല്ല ഒരു രക്ഷയില്ലല്ലോ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ നാളെ ആഖിറത്തിൽ കൊണ്ടുവരണമെന്ന് അള്ളാഹു റസൂൽ പറഞ്ഞ കാര്യമാണ്.
ഓലമടല് ആർക്കും വേണ്ടെന്ന് നിങ്ങൾ തരണ്ട. അബൂബക്കർ ഹാജിയാർക്ക് ഇഷ്ടം പോലെ 2 ഏക്കർ സ്ഥലമുണ്ട്. അയാൾ വല്ലപ്പോഴൊക്കെ നോക്കുള്ളൂ. ഓലയൊക്കെ അവിടെ കിടക്കുകയാണ്. എന്തേ നശിച്ചു പോകുന്നത്? ഈ നശിച്ചു പോകുന്ന ഓല നമുക്ക് എടുത്തുകൂടെ? പെട്ടെന്ന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് അവൾ വേലി ചാടി അപ്പുറത്ത് കയറി സാധനം ഇങ്ങനെ പൊക്കി എടുത്ത് ഇപ്പുറത്തിട്ട് തീ അടുപ്പിട്ട് റാത്തായിട്ട് കുട്ടികൾക്കൊക്കെ ചായ ഇട്ട് കൊടുത്തിട്ടൊക്കെ രാവിലെ മദ്രസയ്ക്ക് വിടുക. അബൂബക്കർ ഹാജിയാരുടെ കിഡ്നി ഇവിടെ ചാപ്പാടാക്കി വെച്ചിട്ട് രാവിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അതായിട്ട് ഖുർആൻ എടുത്തിട്ട് പോവാൻ ഹറാമല്ലേ? അയാളെ പൊരുത്തമില്ലാതെ എങ്ങനെ നമുക്കത് ശരിയാവും? ആ മടല് ഓല എങ്ങനെ ശരിയാകും? എന്താ പറയാ, ആടിന് പിന്നെ പ്ലാവിലൊക്കെ അല്ലേ, പ്ലാവില, അതൊക്കെ പോയി പറിച്ച് പുറത്ത് കിടക്കുന്നതല്ല കുഴപ്പമില്ല. അയാൾ പൊരുത്തം നല്ല മനുഷ്യനായാലും ഹാജിയാ നല്ല മനുഷ്യനായാലും അയാൾ അങ്ങനെ ആരും ഒന്നും പറയില്ല. പോയി പറിക്കുക, ഒരിക്കൽ ആടിന് കൊടുക്കുക, തിന്നാണ്. ഇവളങ്ങോട്ട് തിന്നെ സ്വന്തം മാമാടെ കെട്ടിടം പ്ലാവിന്ന് പറിക്കുന്നത് പോലെ അങ്ങനെ പറിച്ച് തിന്നാണ്. പെണ്ണുങ്ങളുടെ പരിപാടി ഇതല്ല. അപ്പുറത്തിപ്പുറത്തൊക്കെ പോവാ. ഇപ്പം അയൽക്കൂട്ടം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അയൽക്കൂട്ടം അല്ലേ? അയൽക്കൂട്ടത്തിന് പോയി അവിടെ പോയി ഇവിടെ പോയി ഇവിടെയൊക്കെ വൃത്തിയാക്കാനൊക്കെ പോയി മെല്ലെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നൊക്കെ പറിച്ച് പറക്കിയെടുത്തോണ്ട് ഇങ്ങനെ വരും. ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യാൻ പോകും. ഹോസ്പിറ്റലിലൊക്കെ പിന്നെ ഈ ഫ്രീ ഗുളികകളും മരുന്നുകളും മറ്റു കാര്യങ്ങൾ അതൊക്കെ മെല്ലെ തന്റെ വായിനകത്തോട്ടാക്കി വെക്കുക. നവീസ നേഴ്സ് ആക്കി വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സ്വന്തക്കാർക്ക് ബന്ധക്കാർക്ക് എല്ലാം കൂടെ സപ്ലൈ ചെയ്യുക. യഥാർത്ഥത്തിൽ സപ്ലൈ ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്. അത് പൊതുവായിട്ട് കൊടുക്കേണ്ടതാണ്. ഇവളിത് കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവരും. റേഷൻ കട കൊടുക്കും. റേഷൻ കടയ്ക്കകത്ത് ഗവൺമെന്റ് പാവം പിടിച്ചവർക്ക് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന അരിയും മണ്ണെണ്ണയും പച്ചരിയും ഇതെല്ലാം കൂടെ പിടിച്ച് പിശുക്കി വരുന്നവർക്ക് അര ലിറ്റർ വീതം കൊടുത്തിട്ട് ബാക്കി പുറത്ത് 50 രൂപ 70 രൂപ 90 രൂപ. ബംഗാളികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവർക്ക് റാഹത്തായിട്ട് 50-60 വെച്ച് കാച്ചാം. നാളെ എന്റെ പൊന്ന് ചേട്ടാ ഈ വീപ്പയുമായിട്ട് പൊക്കിക്കൊണ്ട് വരും. എങ്ങനെ പൊക്കിക്കൊണ്ട് വരും? പടച്ച റഹ്മാനായ റബ്ബേ, ഈ മണ്ണെണ്ണ വീപ്പയും പൊക്കിക്കൊണ്ട് വരുന്ന രംഗമൊന്നും ആലോചിക്കാൻ പോലും കഴിയുന്നത്. നമുക്ക് തന്നെ ഇവിടെ എത്ര ലോഡിങ്ങാർ വേണം അത് ഇറക്കണമെങ്കിൽ. ഇത് നീ ഒറ്റയ്ക്ക് നാളെ പൊക്കിക്കൊണ്ട് വരുന്ന രംഗം എന്താ റഹ്മാനായ റബ്ബേ, വല്ലാത്ത സംഭവം തന്നെയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അലാ ഇന്ന ലികുല്ലി ഗാദിരിൻ ലിവാ. നാളെ വഞ്ചിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കൊടിയുണ്ട്. അല്ലാഹു പറയാണ്, അല്ലാഹു റസൂൽ പറയാണ്, ഈ ദുനിയാവിൽ വെച്ച് അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ട സാധനം കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ട് സ്വന്തം കുടുംബത്തിനും സ്വന്തത്തിനു വേണ്ടിയും ചെലവ് ചെയ്തവനാരാണോ അവർക്ക് നാളെ ഒരു പ്രത്യേകമായ കൊടി അല്ലാഹു തആല കൊടുക്കാൻ. അലാ ഇന്ന ലികുല്ലി ഗാദിരിൻ ലിവാൻ യൗമൽ ഖിയാമ യുൻസബു ഇൻദസ്തിഹി. കൊടി വലിയൊരു കമ്പിക്കകത്ത് മലക്കുകൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യും. എന്നിട്ട് എവിടെ കൊണ്ട കുത്തെന്നറിയോ? ഇവന്റെ മൂലത്തിൽ കൊണ്ടിടിച്ച് കയറ്റുന്നത്. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ? 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിൽ ഇങ്ങനെ കൊടി ഇങ്ങനെ നിരത്തി പല മോഡലിലെ കൊടി. ഇതേപോലെ ഓരോ വഞ്ചകന്മാർക്കും ഓരോ കൊടിയുണ്ട്, ഓരോ കളർ കൊടിയാണ്. ينصب عند استه بقدر غيرته أو كما قال رسول الله. അവൻ വഞ്ചിച്ചതിന്റെ തോതനുസരിച്ചിട്ടായിരിക്കും അവന്റെ ദുബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടി കുത്തി കൊടുക്കുക. എന്നിട്ട് ആളുകളൊക്കെ ഇങ്ങനെ പോകും അവന്റെ മുന്നിൽ കൂടെ. ഇവൻ ഇങ്ങനെ കൊടി കുത്തി മൂലവും താങ്ങി ഇങ്ങനെ നിൽക്കുന്നതാണ് സംഭവം. അപ്പൊ ചോദിക്കും, ഇതെന്താ ഹാദി ഫുലാൻ ഇർഷാദ, ഇതെന്തപ്പോ ഇങ്ങനെ നിൽക്കുന്ന സംഭവം? ഇത് സാധാരണ കൊടി കുത്തുന്ന നമ്മൾ വെളിയിലാണ്, ഇതിപ്പോ ഇവന്റെ മൂലത്തിൽ കൊണ്ട് കുത്തി വെച്ചിരിക്കണല്ലോ. അപ്പോൾ പലക്ക് പറഞ്ഞു കൊടുക്കും, ഇന്നാരുടെ മകൻ ഇന്നാരെ വഞ്ചിച്ചവനാണ്, ഇന്ന സാധനം അടിച്ചു മാറ്റിയവനാണ്, ഇന്നവന്റെ തേങ്ങ എടുത്തവനാണ്, ഇന്നവന്റെ വെളിച്ചെണ്ണ കട്ടവനാണ്, ഇന്ന കടയിൽ നിന്ന് സാധനം അടിച്ചു മാറ്റിയവനാ. ഇവൻ ഏറ്റവും വലിയ ഗൾഫിലെ കൊടിയാണ്. ഇവൻ അറബിയെ കുളിപ്പിച്ച് എത്തീങ്കാനയിലാക്കിയവനാണ്. നല്ല കൊടി, ഇത് ഗൾഫിലെ കൊടിയാണ്. സംഭവം സൂപ്പർ കൊടിയല്ല. റസൂൽ എഴുതിയതുപോലെ ഭയങ്കര കൊടിയാണല്ലോ ഈ സാധനം. അത് കാരണം അവിടുത്തെ ഗൾഫുകാർ അവർ മിസ്കീൻ യാ മിസ്കീൻ ഐന ഹിന്ദി വേൻ ഹിന്ദി അല്ലാഹ് ഹിന്ദി കുല്ല ഖർബാൻ യാ അല്ലാഹ് മിസ്കീൻ യാ അല്ലാഹ് ഹത്ത് വഹദ റിയാൽ. അറബി അവിടെ കിടന്ന് ഓരോ പള്ളിയിൽ കയറി യാ അല്ലാഹ് വേൻ ഹിന്ദി വേൻ കുല്ല ഖർബാൻ എന്ന് പറഞ്ഞാണ് ഹിന്ദി മൊത്തം പൊക്ക. അവന് പ്രത്യേക ഗൾഫിന്റെ ഒരു കൊടിയായിരിക്കും അവന്റെ ദൂർനാത്ത് കുത്തി വെച്ചേക്കുന്ന സംഭവം. അപ്പോഴേ മലക്കൾ മനസ്സിലാക്കി ഇവൻ കൂടുതൽ നാൾ ഗൾഫിലായിരുന്നു പരിപാടി. സംഭവം മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലാണ് അല്ലാഹു തആല അവരെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അറിയാൻ പറ്റുമല്ലോ, എല്ലാവരും അങ്ങനെയാണ്. ഓരോ വ്യക്തികളെ നാളെ ആഖിറത്തിൽ അറിയാവുന്ന ഓരോ തെറ്റുകൾ മനസ്സിലാക്കുമ്പോൾ
മദ്യപാനിയെ കൊണ്ടൊരു മദ്യപാനി അവന്റെ മുഖമൊക്കെ കൊണ്ട് വികൃതമായ കോലത്തിലാണ്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുജാഉ ബിശാരിബിൽ ഖംറി യൗമൽ ഖിയാമ മുർസഖതൻ ഐനാ മുദ്ലിഅൽ ലിസാനുഹു മുസ്വദ്ദൻ വജ്ഹുഹു യസീലു ലുആബുഹു യസ്തഖ്ദിറുഹു കുല്ലു മൻ റാ അന്നഹു ശാരിബു ഖംറിൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മദ്യപാനിയെ നാളെ കൊണ്ടുവരുന്ന കോലമാ. നാളെ മഹ്ശറ മൈതാനിയിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. മലക്കുകൾ വികൃതമായ കോലത്തിലായിരിക്കും. അവന്റെ മുഖം കറുത്ത് കരിവാളിച്ചിരിക്കുമത്രേ, അവന്റെ കണ്ണ് നീലിച്ചിരിക്കുമത്രേ, അവന്റെ നാവ് പേപ്പട്ടിയെ പോലെ താഴേക്ക് ഇറങ്ങിക്കിടക്കുകയാ. യസീലു ലുആബുഹു, ആ നാവിന്റെ ഇരുവശങ്ങളിൽ നിന്ന് ഇളയിട്ട് വീഴുകയാണ്. അപ്പോഴെന്താ മനസ്സിലാക്കുക? യസ്തഖ്ദിറുഹു കുല്ലു മൻ റാ, ആ മഹ്ശറിൽ നിൽക്കുന്നവർ ഇവനെ കാണുമ്പോൾ യഅരിഫു, അവർ മനസ്സിലാക്കുകയാ, അന്നഹു ശാരിബു ഖംർ, ഇവൻ ദുനിയാവിൽ കഞ്ചാവ് അടിച്ചവനാണ്, ഇവൻ ദുനിയാവിൽ പാൻപര കടിച്ചവനാണ്, ഇവൻ ദുനിയാവിൽ മദ്യപിച്ചവനാണ്, ഇവൻ ദുനിയാവിൽ ചൈനി കൈനി തുളസി ശംഭു തിന്നവനാണ് എന്ന് നാളെ മനസ്സിലാക്കുക. ആളുകൾ മനസ്സിലാക്കുമെന്നാ പറഞ്ഞു. അതാണ് ആളുകൾ മനസ്സിലാക്കുക. വേറെ ഓരോ വിഭാഗം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങളുമായിട്ട് ഇങ്ങനെ വരും. നേരത്തെ പറഞ്ഞാൽ വീപ്പ പോലത്തെ സാധനം, ടിപ്പറൊക്കെ അടിച്ചു മാറ്റുന്നവൻ ടോറസൊക്കെ തലയിൽ വെച്ചോണ്ട് വരുന്ന രംഗം കാണണം. അല്ലാഹു അക്ബർ, എങ്ങനെ താങ്ങാനാ? അടിച്ചു ടോറസൊക്കെ എടുത്ത് പൊക്കിയെടുത്ത് വെച്ചോണ്ടിരാ. ഈ കോലത്തിലൊന്നല്ല വരും. അപ്പൊ ഉസ്താദ് എങ്ങനെ അള്ളാഹു നമ്മളെയൊക്കെ ഈ കോലമൊന്നും അല്ല. അതാദ്യം മനസ്സിലാക്കണം. നരകത്തിലെ മനുഷ്യന്റെ കോലം ആദ്യം പഠിക്കണം. അതാണ് നരകം. നമ്മൾ ഇങ്ങനെയൊന്നുമല്ല, നമ്മളെന്ന് പറയല്ലേ, അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നരകത്തിന്റെ അവകാശിയായ മനുഷ്യന് നരകത്തിലിരിക്കണമെങ്കിൽ 600 കിലോമീറ്റർ വിസ്തൃതിയുള്ള സ്ഥലം വേണം ഒരാൾക്ക് നരകത്തിൽ. അപ്പൊ ഒരു ടിപ്പറും ഒരു ടോറസൊക്കെ 2-3 ടോറസൊക്കെ തലമണ്ടലിരിക്കും ഉറപ്പായിട്ട്. 600 കിലോമീറ്റർ, അതായത് മാ ബൈന മക്കത്തെ വൽ മദീന, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലം വേണം ഈ ഒരു നരകാവകാശിക്ക് ഇരിക്കാൻ. അവന്റെ നരകാവകാശിയുടെ പല്ല് ഉഹദ് മല പോലെയാണ്. ഉഹദ് മല ഒരു പല്ല് ആലോചിച്ചു. അപ്പൊ 32 പല്ലിന് എത്രത്തോളം സ്ഥലം വേണോ എന്ന് ആലോചിച്ചു. 70 മുഴമാണ് ഈ ചർമ്മത്തിന്. ഈ കഴുത്തിന്റെ ഈ ഭാഗത്ത് നിന്ന് ഈ തോളിന്റെ അറ്റം വരെ സ്പീഡിൽ, ഏറ്റവും വലിയ സ്പീഡിൽ 100 വർഷം യാത്ര ചെയ്തെങ്കിലും എടുത്തുള്ളൂ ഇവിടുന്ന് ഇവിടം വരെ, വലിയ സ്പീഡിൽ. അപ്പൊ അത്രയ്ക്കും വീതിയുണ്ട്. ഇപ്പൊ നമുക്ക് തൊട്ടാ ഇങ്ങനെ നമുക്ക് തന്നെ തടവാണ്. അപ്പൊ ഈ സാധനം നാളെ പൊക്കിക്കൊണ്ടുവരും, അടിച്ചു മാറ്റിയ സാധനങ്ങളൊക്കെ. അതാണ് മനുഷ്യന്റെ. കാരണം നരകത്തിന്റെ ചൂട് സഹിക്കണമെങ്കിലും ഈ നമ്മളെ പോലെ ഈ ചുമ്മാതെ വെറുതെ ഈ റേഷനരി തിന്ന് ജീവിച്ച അമ്മക്ക് അങ്ങനെ നരകത്തില്ല. ചൂട് പരിസരത്തോട്ട് പോയാൽ വന്ന് കത്തി പോകും സംഭവം, ഭസ്മായി. ഇങ്ങനെയൊന്നുമില്ല, കോലേ അങ്ങ് മാറുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ജിബ്രീൽ വന്നിട്ട് ഈ നരകത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം അള്ളാഹുവിന്റെ റസൂലിന്റെ ബോധം നഷ്ടപ്പെട്ട് വീണു പോവുകയാണ്. നിർത്തു ജിബ്രീലേ, നിർത്തു ജിബ്രീലേ, എനിക്കിനി കേൾക്കാൻ ശക്തിയില്ല ജിബ്രീൽ. ഇനി എന്നോട് ഇത് പറയേ വേണ്ട. അതാണ് നരകം. അത് വേറെ വിഷയം, വേറെ. അപ്പോഴേ വീണുപോയി സംഭവം. ബഹുമാനമുള്ള സഹോദരൻ, അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ദിവസം തോറും സുബഹി കഴിഞ്ഞിട്ടും മഗ്രിബ് കഴിഞ്ഞിട്ടും 7 പ്രാവശ്യം നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, 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 അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. 7 പ്രാവശ്യം നരകത്തിൽ നിന്ന് കാവൽ തേടുമ്പോൾ നരകം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, നിന്റെ ദാസൻ എന്നിൽ നിന്ന് കാവൽ ചോദിച്ചിരിക്കുകയാണ്. അള്ളാഹു പറയും, അവനെ രക്ഷപ്പെടുത്തിയാൽ ഒഴിവാക്കിയരെ. മരിക്കുന്നത് വരെ സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും 7 പ്രാവശ്യം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന് പറയാനൊരു ഭാഗ്യം കിട്ടിയാൽ ഏതെങ്കിലും ഒരു വഖത്തിൽ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ നരകത്തിൽ പ്രവേശിപ്പിക്കില്ല, ഉറപ്പാണ്. ഏതെങ്കിലും ഒരു വഖത്തിൽ സ്വീകരിച്ചാൽ മതി. അതിനല്ലേ നിസ്കാരത്തിലും പറയുന്നത്. നിസ്കാരത്തിന്റെ നരകത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ആളുകൾക്ക് അറിയില്ല. നിസ്കരിക്കാനില്ലാത്ത, നിസ്കാരം ഇല്ലാത്തവന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വ മിൻ അദാബിൻ നാർ
വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. 4 കാര്യ നമസ്കാരത്തിൽ നമ്മൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അതിൽ രണ്ടാമത് ചോദിക്കുന്നത് നരകത്തിൽ നിന്നാണ്. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അദാബിൻ നാർ. ആ നരകത്തിൽ നിന്നുമുള്ള കാവൽ നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ മലക്കുകൾ പറയും, അല്ലാഹുവേ നിന്റെ ദാസൻ എന്നിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, അതുകൊണ്ട് അല്ലാഹുമ്മ അജിർഹു, നീ അവനെ അതിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. പടച്ചവൻ പറയും, ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു ദുആ മതി. അത് എപ്പോഴാ എവിടുത്തെ ഏതാ സ്വീകരിക്കാൻ നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നിസ്കാരം മുടക്കണം കേട്ടോ. സുബഹി നിസ്കരിക്കണം, മഗ്രിബ് കൃത്യമായിട്ട് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറയണം 7 പ്രാവശ്യം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരെയും വഞ്ചിക്കരുത്, ആരുടെയും സാധനങ്ങൾ മോഷ്ടിക്കരുത്. ആരെങ്കിലും അങ്ങനെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കണേ. അതാണ് അവരുടെ തൗബ. മോഷണം, മോഷ്ടാവിന്റെ തൗബ എന്തായാലും കുറെ നാളൊക്കെ മോഷ്ടിച്ച് ഇനി ആ അറബിയൊക്കെ മരിച്ചുപോയി, ഇനി ഏതാന്ന് നമുക്കറിയത്തില്ല. നമ്മളിപ്പോ ഇവിടെ കൊണ്ടുവന്ന് 2 സൂപ്പർ മാർക്കറ്റൊക്കെ വേറെ തുടങ്ങി വലിയ വീടൊക്കെ വെച്ച് അയാളെ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ പറയുന്നത്, വിളിക്കുന്നതെല്ലാം മുഗലക്കാന്നാ പറയുന്നത്. ഫോൺ മുഗലക്കാന്ന്, പൂട്ടിയിരിക്കുക ഏതാണെന്നൊന്നും അറിയുന്നില്ല. അവിടെ വിളിച്ചു ചോദിക്കാനും പറ്റില്ല. വിളിച്ചു ചോദിച്ചിട്ട് അറബിയെ കുറിച്ച് ആർക്കും അറിവില്ല. അള്ളാഹു എന്ത് സംഭവിച്ചു പോയി, അതുകൊണ്ട് ഞാൻ എന്താ ഇപ്പൊ ഒരു പരിഹാരം. അപ്പൊ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നമുക്ക് തൗബ ചെയ്താൽ ഇതിന് പരിഹാരമാകുമെന്ന് തൈക്കാവല മുസ്ലിയാർ പറഞ്ഞു കൊടുക്കും. പാവം, കഷ്ടം. തൈക്കാവല മുസ്ലിയാരടുത്ത് ചോദിക്കത്തുള്ളൂ. കാരണം എന്താ, ജുമാൽ ഖത്തീബിന്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ നടക്കൂലടാ, പൈസ മൊത്തം തിരിച്ചു കൊടുക്കണമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തൈക്കാവല മുസ്ലിയാർക്ക് ഒരു 1000 രൂപ കൊടുക്കുമ്പോൾ പറയും തൗബ ചെയ്താൽ മതി, എല്ലാം ശരിയാവും. അപ്പൊ ഇത് കേട്ടിട്ട് ഇയാൾ പോയിട്ട് രാത്രി 2 കുത്തി ഇരുന്നിട്ട് അല്ലാഹ് പഠിച്ചാൽ റബ്ബേ $50,000 അടിച്ചു മാറ്റി, $2 ലക്ഷം അടിച്ചു മാറ്റി, റഹ്മാനെ നീ മാപ്പാക്കണം. അതിന് മേലിൽ ഞാൻ അടിച്ചു മാറ്റത്തില്ല അല്ലാഹ്, ഞാൻ അറിയാതെ അന്ന് സംഭവിച്ചു പോയതാണ്. റഹ്മാനെ നീ മാപ്പാക്കണം. പൊട്ടിക്കരഞ്ഞ് റാഹത്തായിട്ട് ദുആ ചെയ്ത് പിറ്റേ ദിവസം സന്തോഷത്തോടെ ഉസ്താദ് ഞാൻ എല്ലാം തൗബ ചെയ്തു. ഉസ്താദ് സ്വീകരിച്ചു കാണുമല്ലോ. പിന്നെ അള്ളാഹു സ്വീകരിക്കുക, 100 പേരെ കൊല ചെയ്ത ആൾക്കാരുടെ ശിക്ഷ അള്ളാഹ് എടുത്തു കളഞ്ഞാളെ. പിന്നെ എന്താ ഭയങ്കര തൗബ സ്വീകരിക്കാത്ത? ഉസ്താദ് സന്തോഷം, ഒരു 500 രൂപ കൂടി ഇരിക്കട്ടെ എന്നാ മാഷാ. പുനത്തില് കുഞ്ഞബ്ദുള്ള അടുത്ത് പോയി പറഞ്ഞാൽ മതി ഈ തൗബ. അവിടെ പോയി പറഞ്ഞാൽ ഇതൊന്നും അള്ളാന്റെ മുന്നിൽ ഈ തൗബയില്ല. لا تستقبل السارق توبته إلا أن يرد مالها فإن كان مفلسا تخلل من صاحبه أو كما قال رسول الله. മോഷ്ടാവിന്റെ തൗബ എന്ന് പറഞ്ഞാൽ അവൻ മോഷ്ടിച്ച സാധനം ഇല്ലാ അയ്യറുദ്ദ ഇലൈഹി, അവനിലേക്ക് അത് മടക്കി കൊടുക്കണേ. ആ മടക്കി കൊടുക്കലാണ് മോഷ്ടാവിന്റെ തൗബ. അന്ന് ഞാനത് മോഷ്ടിച്ചിരുന്നു, അത് ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടി ചെലവ് ചെയ്തു, എന്നത് മടക്കി കൊടുക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. ആരിൽ നിന്നാണ് മോഷ്ടിച്ചതെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ പോകൂ സഹോദര, അവനോട് പോയി നീ തുറന്നു പറയൂ, അവനിൽ നിന്ന് നീ മാപ്പ് വാങ്ങുക. അതാണ് നിന്റെ തൗബ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തേങ്ങ എടുത്തിട്ടുള്ള ആമിന താത്ത അബൂബക്കർ ഹാജിയാരെ വിളിച്ചു പറ, ഹാജിയാരെ നമ്മളിങ്ങനെ പോച്ച പറിക്കാൻ പോയപ്പോൾ, പുല്ല് പറിക്കാൻ പോയപ്പോൾ 5-6 ഉണക്കത്തേങ്ങ കിടന്ന് ഞങ്ങളത് എടുത്ത് കറിയൊക്കെ വെച്ച് നമ്മൾ അറിഞ്ഞില്ല സംഭവം, മാപ്പാക്കിയാരെ. പിന്നെ അവിടുത്തെ ഓലമടലൊക്കെ എടുത്താൽ ഞങ്ങൾ രാവിലെ ചായ എന്താ ഗ്യാസിന് ഭയങ്കര വില കൂടുതൽ. ഹാജിയാരെ അതൊന്നും കുഴപ്പമില്ല ആമിന, അതൊക്കെ നീ എടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. യാ അല്ലാഹ് അൽഹംദുലില്ലാ. അബൂബക്കർ ഹാജിയാർ മരിച്ചുപോയി. മക്കളെടുത്ത് പോയി ചോദിച്ചു, ഞങ്ങളെ കുറെ തേങ്ങ. ചുമ്മാ അല്ല, തേങ്ങ മൊത്തം നീ അടിയെടുത്ത മുഴുവൻ തേങ്ങ. പാവ 5-6 ഉണക്കത്തേങ്ങ എടുത്തുള്ളൂ. ആരാണ്ടൊക്കെ കയറി കള്ളന്മാര് കയറി ഉള്ള കരിക്ക് മൊത്തം വെട്ടിക്കൊണ്ടുപോയി. അവൻ പറയുന്നത് എന്താ, നീ ആ മൊത്തം വല്ലാഹി സത്യം ഞാൻ പൊരുത്തപ്പെട്ടില്ല, വല്ലാഹി സത്യം ഞാൻ പൊരുത്തപ്പെട്ടില്ല. 8 വർഷം ഞങ്ങളുടെ അത്തായെ വഞ്ചിച്ച് കളിപ്പിച്ചോണ്ടിരുന്ന മര്യാദയ്ക്ക് ഒരു തേങ്ങാക്കി 17 രൂപയാ, 7 രൂപ കുറച്ചെന്നിരിക്കുന്നു, 10 രൂപ വെച്ച് കണക്കെടുത്തിട്ട് വയ്യ. കുടുങ്ങിയ നമ്മൾ കുടുങ്ങിയില്ലേ? ശരി. അപ്പൊ ഇത് പേടിച്ചിട്ട് അറിയാതെ സംഭവിക്കുന്ന മാപ്പാക്കിയാലേ കാര്യമില്ല. പോയി അവിടെ പോയിട്ട് പറയണം, നീ പാവയാണ്, ഒന്നുമില്ലേ മോനെ, അത് ഹക്കാണ്, ശരിയില്ലാന്ന് അള്ളാഹ്ക്ക് അറിയാം, നിനക്കും അറിയാം. അത് സമ്മതിക്കുന്നില്ല. ഞാൻ എടുത്തു, ഞാൻ നിന്റെ പണം ഞാൻ എടുത്തു, സംഭവം ശരിയാ, അന്നത്തെ എന്റെ വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ എടുത്തു. പക്ഷെ എനിക്ക് ഒരു കിടക്കാടം പോലും ഇല്ല, എനിക്ക് മടക്കി തരണം എന്ന് ആഗ്രഹമുണ്ട് എന്റെ ഭാഗത്തില്ല. നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, നിന്റെ ഹക്ക് തീർന്നു. അവൻ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ അവനുമായി അള്ളാഹി. നീ സമ്മതിച്ചല്ല, ഞാൻ എടുത്തു നീ സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചുവെങ്കിൽ നീ പോയിട്ട് ചോദിക്കുക, പൊരുത്തം ചോദിക്കുക. പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ യാ അല്ലാഹ്.
ചോദിക്കണം. അതാണ് അവരുടെ തൗബ. പലിശക്കാരന്റെ തൗബ എന്താ? പലിശ മൊത്തം തിരിച്ചു കൊടുക്കണം, വാങ്ങിയ പലിശ മൊത്തം. ഇയാളിപ്പം 10 വർഷം പലിശ വാങ്ങിച്ചിട്ട് 11ാമത്തെ വർഷം പോയി സൂപ്പർ ഹജ്ജ് ചെയ്യാൻ പോയാ. സൂപ്പർ ഹജ്ജ്, അതെ, കഅബയുടെ അടുത്ത് പോയി താമസിച്ച് വലിയ ഹജ്ജ്, ഇവിടെ പോയി ഒരുപാട് സദഖകളൊക്കെ ചെയ്ത് എല്ലാം പൊരുത്തപ്പെട്ട് കഅബയെല്ലാം കെട്ടിപ്പിടിച്ച് ഭയങ്കരമായ ദുആയോട് ദുആ, എവിടെ നോക്കിയാലും കരച്ചിലും കണ്ണുനീരും ഒക്കെ കൊണ്ടുപോയി ഉസ്താദന്മാർക്കെല്ലാം ഹൗദ് അത്ര എല്ലാം മേടിച്ചു കൊടുത്ത്, എല്ലാം നല്ല റാഹത്ത് ഇഹ്റാമിന്റെ തുണിയൊക്കെ മേടിച്ചു കൊടുത്ത് ദുആയോട് ദുആ. ഉസ്താദും അമീറും വിചാരിക്കും മാഷാ അല്ലാഹ്, അല്ല ഹസനാരെ നീ വല്ലാത്ത ദുആയാന്നല്ലോ. അല്ല ഉസ്താദെ 8-10 വർഷമായിട്ട് പലിശ മേടിച്ച് തിന്നല്ലേ, ഞാൻ അള്ളാഹുവിനോട് പൊരുത്തം വാങ്ങിക്കണം. ഉസ്താദും പറയും കുഴപ്പമില്ല, ഒരു ഹജ്ജും കൂടെ നീ ചെയ്താൽ മതി. ഇയാൾ അമീർ, ഇയാൾക്ക് 50,000 രൂപ കിട്ടും കമ്മീഷൻ. അടുത്തൊരു വർഷം കൂടെ ഹജ്ജ് ചെയ്താൽ റാഹത്താവൂല. പണി ഇവിടെ നടക്കൂല. ഹജ്ജിന്റെ പൈസ കൊടുത്തിട്ട് ഈ പലിശയുടെ പൈസ മേടിച്ചിട്ട് തൗബ ചെയ്തിട്ട് അള്ളാന്റെ അടുക്കൽ പോയിട്ട് അള്ളാന്റെ രക്ഷപ്പെടാൻ പറ്റില്ല. അമീറന്മാരുടെ അടുത്ത് ഉസ്താദന്മാരുടെ മുന്നിൽ രക്ഷപ്പെടാം. പണം തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതാണ് പലിശക്കാരന്റെ തൗബ എന്ന് പറയുന്നത്. അത് തന്നെയാണ്. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഈ എന്തായാലും അയൽക്കൂട്ടത്തിന്റെ പേരിലൊക്കെ ഈ സൊസൈറ്റിയിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പലിശക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട്. സുഖമില്ലാത്തവരാണ്, നടക്കാൻ വയ്യാത്തവരാണ്, ഇരിക്കാൻ വയ്യാത്തവരാണ്, അവർക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പരിപാടിയാണ്. എന്റെ പൊന്നു പെങ്ങളെ, ആ പണി നിങ്ങളൊന്നും ചെയ്യല്ലേ. നടക്കാൻ വയ്യാത്തവർ, ഇരിക്കാൻ വയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും കൂടെ ചേർന്ന് ജോലി ചെയ്തിട്ട് എല്ലാവർക്കും 50, ഒരു ദിവസം 300 രൂപ കിട്ടുന്നെങ്കിൽ ഒരു 30 രൂപ വെച്ച് മാറ്റി ഓരോരുത്തർ, എന്നിട്ട് അവർക്ക് ദിവസം തോറും കൊണ്ട് കൊടുക്കും. അല്ലാതെ ആ പാവം പിടിച്ച പെണ്ണുങ്ങൾ ലോട്ടറി കച്ചവടം ചെയ്യിക്കാനും അവരിൽ നിന്ന് 10,000 രൂപ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് പലിശയുടെ പൈസ എടുത്ത് അവരെ തീറ്റിക്കാതിരിക്കരുത്. മാരകമായ രോഗമായിരിക്കും പിന്നീട് അവർക്ക് ഉണ്ടാവുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.